നമസ്കാരം. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപക്ഷെ നമ്മൾ ഇതുവരെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അളവില്ലാത്തൊരു ശക്തിയുടെ ഉറവിടമുണ്ട്. അത് നമ്മുടെ മനസ്സാണ്. ആ ശക്തിയുടെ വാതിലുകൾ എങ്ങനെ തുറക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനാണോ അതോ നിങ്ങളുടെ വഴിമുടക്കിയാണോ എന്ന്? സത്യത്തിൽ ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ശക്തിയുടെ വറ്റാത്തൊരു ഉറവയാണ്. അപ്പോ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെ സാധ്യതകളാണ് ഉപയോഗിക്കപ്പെടാതെ അവിടെ കിടക്കുന്നത്? നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമ്മുടെ മനസ്സിലെ നല്ല വളക്കൂറുള്ളൊരു കൃഷിയിടം പോലെ സങ്കൽപ്പിച്ചു നോക്കൂ. ആ വയലിൽ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് 100 മീന് വിളയും. നല്ല ചിന്തകളാണ് വിതയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും കൊയ്യാം. പക്ഷെ കളകളാണ് നടുന്നതെങ്കിലോ ഫലവും അതുപോലെയായിരിക്കും. അതുകൊണ്ട് ആദ്യം ആ വയൽ ഒരുക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ശരി, ഈ മനസ്സാകുന്ന വയലിനെ എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയെടുക്കുക? അതിന്റെ ഉള്ളിലെ ശക്തിയെ മുഴുവനായി പുറത്തുകൊണ്ടുവരാനുള്ള ആ താക്കോലെന്താണ്? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പൂർണ്ണമായ ഏകാഗ്രത. ആ താക്കോലിന്റെ പേരാണ് ഏകാഗ്രത. അതായത് നമ്മുടെ പല പല ചിന്തകളിലായി ചിതറിക്കിടക്കുന്ന ഊർജ്ജത്തെ ഒരൊറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കല. നമ്മൾ പഠിക്കുകയാണെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിലും ജീവിതത്തിൽ ഏത് ലക്ഷ്യം നേടണമെങ്കിലും ഈ ഒരു കഴിവ് കൂടിയേ തീരൂ. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കേ. ഇത് വളരെ ലളിതമായി ആ വ്യത്യാസം നമുക്ക് കാണിച്ചു തരും. വെറുതെ ചിതറി വീഴുന്ന സൂര്യരശ്മിക്ക് നമുക്കൊരു ചെറിയ ചൂട് തരാനേ കഴിയൂ. പക്ഷെ ഒരു ലെൻസ് വെച്ച് ആ രശ്മികളെ ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചാലോ അതിന് ഒരു കടലാസ് കത്തിക്കാൻ പോലുമുള്ള ശക്തി കിട്ടും. ഇതുപോലെ തന്നെയാണ് ചിതറിയ മനസ്സും ഏകാഗ്രമായ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഏകാഗ്രത നേടുക എന്നു പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? കാരണം നമ്മുടെ ശ്രദ്ധയെ തകർക്കാനായി ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോ ഈ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഒന്നും മെരുകിയെടുക്കണമെങ്കിൽ ആദ്യം ഈ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ എന്തൊക്കെയാണ് ഈ ശത്രുക്കൾ? നമ്മളെ അസ്വസ്ഥരാക്കുന്ന വാർത്തകൾ, നിലവാരം കുറഞ്ഞ വായന, പരദൂഷണം പറയുന്ന സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ വരുന്ന നെഗറ്റീവ് ചിന്തകൾ. ഇതെല്ലാം നമ്മുടെ മാനസിക ഊർജം നമ്മൾ പോലും അറിയാതെ കുറച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, അതുപോലെയായിരിക്കും നമ്മളും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ശുദ്ധവും ശക്തവുമാക്കണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുകളും നല്ല അറിവുകളും നമ്മൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. അപ്പോ ഈ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഇവയെ എങ്ങനെ നേരിടാം? അതിനുള്ള വഴിയാണ് സമയം, അഥവാ അച്ചടക്കത്തിന്റെ പാത. ഇത് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ചില ടൂൾസ് പോലെയാണ്. ഇതിന് പ്രധാനമായും 4 വഴികളാണ് പറയുന്നത്. 1. ഇന്ദ്രിയ സംയം, നമ്മുടെ കണ്ണ്, കാത്, മൂക്ക് പോലുള്ള ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. 2. അർത്ഥസംയം, നമ്മുടെ കയ്യിലുള്ള പണവും മറ്റ് വിഭവങ്ങളും വിവേകത്തോടെ ഉപയോഗിക്കുക. 3. സമയസംയം, നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിചാരസംയം, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക. ഈ 4ഉമാണ് നമ്മുടെ ചിതറിയ മനസ്സിനെ ഒരുമിപ്പിക്കാനുള്ള താക്കോലുകൾ. ഇതിൽ ചിന്തകളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിന്റെ അകവും വൃത്തിയാക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളെ ഒരു അരിപ്പയിലൂടെ എന്ന പോലെ അരിച്ചെടുത്ത് നമുക്ക് ഗുണമുള്ളവയെ മാത്രം നിലനിർത്തുക. ബാക്കിയുള്ളവയെ കളകളെപ്പോലെ പിഴുതുമാറ്റുക. ഇങ്ങനെ ഒരു അച്ചടക്കമുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്കെന്താണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്? വെറുമൊരു സന്തോഷം മാത്രമല്ല, അതിനും മുകളിലുള്ള യഥാർത്ഥ ആനന്ദത്തിലേക്കാണ് ഈ വഴി നമ്മളെ കൊണ്ടുപോകുന്നത്. നിയന്ത്രിതമായ ഒരു മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അതുതന്നെയാണ്. ഇവിടെ നമ്മൾ സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു സിനിമ കാണുമ്പോഴോ നമുക്ക് കിട്ടുന്നത് സുഖമാണ്. അത് കുറച്ചു നേരത്തേക്കേ ഉണ്ടാകൂ. അത് പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ആനന്ദം അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അത് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അതിന് പുറത്തുനിന്നൊന്നും വേണ്ട. ആ ആനന്ദത്തിലേക്ക് എത്താനുള്ള യാത്ര തുടങ്ങുന്നത് നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ്. ഈ ശരീരത്തിനും ഈ ലോകത്തിലെ താൽക്കാലികമായ അനുഭവങ്ങൾക്കും അപ്പുറം യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നമ്മളീ കാണുന്ന ശരീരം മാത്രമല്ല, അതിനും അപ്പുറത്തുള്ള ഒന്നാണ്
എന്ന തിരിച്ചറിവിലാണ് യഥാർത്ഥ സംതൃപ്തി ഒളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ നേടുന്നതിലല്ല, മറിച്ച് സ്വയം അറിയുന്നതിലാണ് യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ചിതറിയ ഒരു മനസ്സിൽ നിന്ന് ആനന്ദം നിറഞ്ഞ ഒരവസ്ഥയിലേക്കുള്ള ഈ യാത്രയുടെ രഹസ്യം ഒന്നേയുള്ളൂ: നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. പുറത്തുനിന്ന് സുഖം തേടുന്നതിനു പകരം ഉള്ളിലെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ലോകം തന്നെ വേറൊന്നായി മാറും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ശക്തി കാ ഭണ്ഡാർ ഹമാര മൻ എന്ന മഹത്തായ പുസ്തകത്തിലെ ആശയങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഈ വിശകലനം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.